Psalms 28, we read, David is praying, Lord, you are my rock, but I call you, I cry unto you, Lord, do not be deaf to me and not be silent to me. ആമേൻ. ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞു, യഹോവേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങന്റെ പാറയാണ്, അങ്ങ് കേൾക്കാതിരിക്കരുതേ. അങ്ങ് മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ എന്ന് ഭക്തനായ ദാവീദ് പറയുന്നു. David is fearful that if God remains silent in my life, my life is going to be a disaster. ആമേൻ. എന്റെ ദൈവം നിശബ്ദനായി എന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നാൽ എന്റെ ജീവിതം ഒരു നാശത്തിലേക്ക് പോകുമെന്ന് ഭക്തനായ ദാവീദ് ഭയത്തോടു കൂടിയായിരിക്കുന്നു. So David is calling and pleading and crying. He is desperate. വിളിച്ചപേക്ഷിക്കുന്നു, നിരാശയുടെ നടുവിൽ വിളിച്ചപേക്ഷിക്കുന്നു, കരയുന്നു, ദൈവത്തോട് വിളിക്കുകയാണ്. He wants to hear the voice of God. ദൈവത്തിന്റെ ശബ്ദം തന്റെ ചെവിയിൽ ഒന്ന് കേൾക്കുവാൻ. He knows that if God doesn't help, he cannot make another day. മറ്റൊരു ദിവസത്തേക്ക് കടക്കുവാൻ കഴിയാത്തൊരവസരത്തിൽ ദൈവം കേൾക്കാതിരുന്നാൽ മറ്റൊരു ദിവസത്തേക്ക് കടക്കുവാൻ കഴിയത്തില്ല എന്നറിയുന്നു. And this is the situation for some people who walked into this church this morning. ഇന്നത്തെ പ്രഭാതത്തിൽ ആലയത്തിലേക്ക് കടന്നു വന്ന ചിലരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഇതിൽ കൂടി വിളിച്ചു പറയുന്നത്. Holy Spirit spoke to me very clearly and said, son, speak to my people. Some of them are so much worried, their anxiety. They are saying that, Lord, why are you silent in my life? ദുഃഖത്തോടെ ആകാംക്ഷയോടെ വളരെയധികം പ്രയാസത്തോടെ ഇതിനകത്തേക്ക് ഇരുന്ന് ഇങ്ങനെയുള്ള ഒരു ചോദ്യം പറയുന്നു, ദൈവമേ എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു, എന്തുകൊണ്ട് കേൾക്കാതായിരിക്കുന്നു എന്നൊരു വ്യക്തിഗതയോട് എന്നൊരു ചിന്തയോടെ ഇതിനകത്തായിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. There are multiple people in this church in this morning. I don't know who you are, but you are in the agony of God's silence. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ എനിക്ക് തിരിച്ചറിയത്തില്ലെങ്കിലും നിങ്ങൾ ദൈവം മിണ്ടാതിരിക്കുന്നതിൽ വളരെ വേദനയോടുകൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇതിനകത്തായിരിക്കുന്നത്. We have been praying for a breakthrough, but we feel like God is deaf. ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു, എന്നാൽ ഒന്നും നടക്കാത്തൊരവസ്ഥയിലായിരിക്കുന്നു. We have been praying for healing, but every day the pain increases. വിടുതൽ സംഭവിക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, എന്നാൽ അതിനകത്തൊരു ഫലം കാണാതെ വേദനയോടെ ആയിരിക്കുന്ന ജീവിതം. We have been praying for a clear direction in my life, but the more confusion comes. യഥാർത്ഥ വഴിയിലേക്ക് നടക്കുവാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയ വിചാരത്തോടെ ജീവിതത്തെ നിശ്ചലമായിരിക്കുന്ന ജീവിതമേ. We have been praying for our children and some of them, and we feel like they're going and slipping more and more far away. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ നേരോടെ പോകുന്നില്ലോ ഇല്ലല്ലോ എന്നൊരു നിരാശയോടെ ആയിരിക്കുന്ന ജീവിതമേ. We feel like the heaven is shut for us. സ്വർഗ്ഗം ഇപ്പോൾ കടകടച്ചിരിക്കുന്നു, നിശബ്ദമായിരിക്കുന്നു എന്നൊരു ചിന്ത. Amen. My prayers are bouncing from the roof and coming back to me. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനാ ശബ്ദം തട്ടിൻപുറത്തും അവിടെ തട്ടിയിട്ട് താഴോട്ട് വരുന്ന ഒരു അവസ്ഥ. Lord, I have been crying. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ എന്റെ കർത്താവേ. Where are the tears of my eyes? എന്റെ കണ്ണുനീര് എവിടേക്കാ പോകുന്നത്? How long I can go this way? ഞാൻ എങ്ങനെ ഈ കണ്ണുനീരോടുകൂടി എത്ര നാൾ എനിക്ക് പോകുവാൻ കഴിയും? David is saying the same thing. ഭക്തനായ ദാവീദ് അത് തന്നെയല്ലേ അഭിപ്രായം. He is a God after God's heart. ആമേൻ. ദൈവത്തിന്റെ ഹൃദയം യഥാർത്ഥമായി അറിഞ്ഞവന്. He sings for God. ആമേൻ. അവൻ ദൈവത്തെ കണ്ടിറങ്ങിയവന്. God used him mightily. വളരെ ശക്തിയോടെ ദൈവം അവനെ ഉപയോഗിച്ചതല്ലേ. But this time he is saying, God, why are you deaf? എന്നാൽ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മൂകനായിരിക്കുന്നു എന്ന് പറയുന്നു. I mean, even make it worse, let me tell you very bluntly. ആമേൻ. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Some of you men of God. ആമേൻ. ഇവിടെ ദൈവമായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. I mean, when you pray for others. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ യഥാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, and even that includes you. നിങ്ങൾ ഉൾപ്പെടെ. I mean, when you pray for others. മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God delivers. അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണുന്നു. God hears. അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. But when you pray for yourself, എന്നാൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ the heaven seems shut. ആ സമയത്ത് സ്വർഗ്ഗം കടകടച്ചിരിക്കുന്നു, നിശബ്ദരായിരിക്കുന്നു തോന്നുന്നു. Complete silence. ശക്തമായ ഒരു നിശബ്ദതയുടെ കാലഘട്ടം. That make you so much worried. അത് കാണുമ്പോൾ പലപ്പോഴും ചിന്തകൾ. Sometimes you feel like you're not even confident to stand because my own life is in this situation. എന്റെ സാഹചര്യം ഇങ്ങനെ എന്നെ കടന്നു പോകുന്നല്ലോ എന്ന രീതിയിൽ പ്രാഗൽഭ്യമില്ലാതെ പലപ്പോഴും നിങ്ങൾ അവിടെ ആയിരിക്കുന്നു. Amen. But I want to encourage you this morning. എന്നാൽ ഇന്ന് നിങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തട്ടെ. Not just me, the Holy Spirit want to encourage you. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രേരിപ്പിച്ച് നിങ്ങളോട് വിളിച്ചു പറയാൻ പോവുകയാണ്. Book of Job chapter 23. ഇയ്യോബിന്റെ പുസ്തകം 23 കടന്നു വരുമ്പോൾ verse 8 onwards, let me read it to you. അവൻ 8-ാം വാക്യത്തിൽ
ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ this is Job is saying, ആമേ ഇയ്യോബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, when I go to the forward, I go to the east, I cannot see him. കിഴക്കോട്ട് ചെന്നാൽ എനിക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. When I go to the west, I cannot see him. പടിഞ്ഞാറോട്ട് ചെന്നാൽ എനിക്ക് അവനെ കാണുവാൻ When കഴിയുന്നില്ല. I go to the north, I don't know where he is. വടക്കോട്ട് ചെന്നാൽ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. When I go to the south, I don't find him. അവൻ തെക്കോട്ട് ചെല്ലുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. This is Job is saying. അവൻ ഇയ്യോബാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. He is a man that God testified, said there is no other person on the face of the earth blameless as Job. കളങ്കമില്ലാത്ത ഇയ്യോബിനെ പോലെ ഒരുവൻ ഈ ഭൂലോകത്തിൽ ഇല്ല എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സാക്ഷ്യം കിട്ടിയ ഭക്തനെ ഇയ്യോബാണ് വിളിച്ചു പറയുന്നത്. But in his own life, അവൻ അവന്റേതായ ജീവിതമല്ലേ കാണിക്കുന്നത്. he looked forward, he looked backward, he looked eastward, he looked northward. Everywhere he looked, he cannot find the presence of God. മുമ്പിലും പിമ്പിലും ഇടവും വലവുമായി തന്റെ ശാസ്ത്രയത്തിന് വേണ്ടി ദൈവത്തെ നോക്കുമ്പോൾ കാണുവാൻ കഴിയാതെ ഭക്തനായ ഇയ്യോബ് അവിടെ നിശബ്ദനായി നിൽക്കുന്നില്ലേ. Child of God, is it your situation this ഇതല്ലേ morning? നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യവുമല്ലേ. When your situation, when you are in trouble, when you feel like certain things, you look around, you don't see a solution. അവൻ സാഹചര്യങ്ങൾ വെല്ലുവിളികൾ എതിരായി കൊണ്ടിരിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഒരു ഫലം കാണാതെ നിങ്ങൾ നിശബ്ദരായിരിക്കുന്ന അവസ്ഥ. You feel like the presence of God is not there. ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ കാണുന്നില്ലോ എന്നല്ലോ എന്നുള്ള നിരാശയോടെ പോകുന്നു. But the Holy Spirit has a word for you. എന്നത്തെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. Let me tell you one more thing. ഒരു കാര്യങ്ങളോട് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Sometimes it is a very strange in the lives of two people happen. The God deals with two different ways. അവൻ രണ്ടുപേരുടെ ജീവിതത്തിൽ രണ്ട് തരത്തില് ദൈവത്തിന്റെ സാന്നിധ്യം അത് വളരെ അപരിചിതമായി നമുക്ക് തോന്നും. Psalms 139. അവൻ 139 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ David says like this way. ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, Lord, I wanted to flee away from you, and I went. If I go to the heaven, you are there. അവൻ എനിക്ക് അങ്ങിൽ നിന്ന് ഒളിച്ചോടണമെന്നുണ്ട്. സ്വർഗ്ഗത്തിൽ കരകയറുമ്പോൾ When I thought I want to make my bed in the Sheol, you are there. പാതാളത്തിൽ എന്റെ കിടക്കവിരിക്കുമ്പോഴും അവിടെ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. And he is saying, where can I go from your presence? You are everywhere. അങ്ങ് എല്ലായിടവും സർവ്വവ്യാപിയാണല്ലോ. അങ്ങേ ഒളിച്ച എനിക്ക് എവിടെ പോയി ഒന്ന് ഒളിച്ചിരിക്കാൻ കഴിയും. David rejoicing the presence of God. ഭക്തനായ ദാവീദ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഉല്ലസിക്കുമ്പോൾ Another saint of God, amen, equally or better, he is saying, I cannot find God. സമനായും അതിന് ഉന്നതനായിരിക്കുന്ന മറ്റൊരു ഭക്തന് ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ കഴിയാത്തൊരവസ്ഥ. This is you this morning. ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ അവസ്ഥയല്ലേ. Life we experience both of this. ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. But God has a plan. അന്ന് ദൈവത്തിന് യഥാർത്ഥമായ ഒരു പദ്ധതിയില്ലേ. God is not done with you. നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. Amen. He is really cleverly, amen, orchestrating everything in your life. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ ബുദ്ധിപരമായി നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ സ്വർഗ്ഗസ്ഥനായ യഹോവ നൽകുന്നു. Job is giving the real feeling from his heart. അവൻ തന്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന യഥാർത്ഥമായ ഒരു ചിന്തയാണ് ദൈവത്തോട് പറയുന്നത്. Child of God, I want to encourage you that we don't need to hide our feelings to God. നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്ന ഇങ്ങനത്തെയുള്ള ഫീലിംഗ്സ് ഒരിക്കലും നിങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. Let it be unfiltered in front of the. Say, let me give you a caution. Use every filter when you speak to people, but you don't need to have any filter when you speak to God. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലതൊക്കെ മറച്ചു വെക്കാം, ചിലതൊക്കെ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് പറയാം. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകം എന്ന പോലെ ദൈവത്തോട് എന്തും നിലവിളിക്കാവുന്ന അവസ്ഥ. We can share our experience on a real how the feeling of our heart in the personal prayer area. നമ്മുടെ വ്യക്തിഗതമായ പ്രാർത്ഥനയിൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് ആ ചിന്ത അതേപോലെ ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും. Amen. There he is a big God who can handle our grief. നമ്മുടെ ഏത് സാഹചര്യത്തിന്റെയും ആ സാഹചര്യത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. I may speak not only from the Bible, from my own experience. That is where I find the most comfort. ആമേൻ. എന്റെ ജീവിതാനുഭവം നിങ്ങളോട് വിവരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ഏറ്റവും അധികം ആശ്വാസം കണ്ടെത്തുമെന്ന് പറയട്ടെ. I will go and tell him just like a child. I say, God, I struggle for this, and I need your help. ഒരു അപ്പൻ മകനോട് എന്ന പോലെ എന്റെ ദൈവമേ, ഞാൻ ഈ ഏരിയയിലെല്ലാം ഞാൻ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നു പോകുന്നു, അവിടെ എനിക്ക് സഹായം വേണമെന്ന് എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിക്കാറുണ്ട്. And every day passing, he is teaching me that the best place
to be is on the knee in front of my Father. എന്റെ അപ്പന്റെ സന്നിധിയിൽ മുട്ടുമേൽ ഇരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഓരോ ദിവസം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗസ്നേഹോവ. Amen. Psalms 28, Psalm is saying like this, at the end of second verse like this. ആമേൻ. ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെ വായിക്കുന്നു. When I lift my hands and heart toward your innermost sanctuary. ആമേൻ. ഇങ്ങനെ വായിക്കുന്ന രണ്ടാം വാക്യം, ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി അങ്ങയുടെ നിലവിളിക്കുന്നു. Children of God, in Malayalam it only says, I lift my hands, but in the translation that I read, very clearly said, I lift my hands and my heart to the sanctuary. എന്റെ കരവും എന്റെ ഉള്ളവും എന്റെ ഹൃദയവും അങ്കിലേക്ക് ആ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തു എന്ന് ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നു. An Old Testament saying the presence of God comes in the sanctuary and he go out there and he doesn't have much other things. He goes there and he lifts his hearts to the sanctuary and he is expecting the Almighty God to come and deal with him. ആമേ. പഴയ നിയമത്തിൽ ആ പ്രവാചകൻ അവരുടെ നടുവിലേക്ക് പ്രവചന നടുവിൽ വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ തന്റെ സാഹചര്യത്തെ നേരിടുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അവൻ തന്റെ കരങ്ങളും തന്റെ ഹൃദയങ്ങളും ഉയർത്തി നിൽക്കുന്നു. But for you and me, ആമേൻ, എന്ന് എനിക്കും നിങ്ങൾക്കും we're not looking at sanctuary like that. ആമേൻ, അങ്ങനെ നിർബന്ധത്തിലേക്ക് നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുവല്ല. Jesus promised, if 2 or 3 gather in my name, I am in your midst. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയിരിക്കും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് യേശു കർത്താവ് നമ്മോട് വിളിച്ചു പറഞ്ഞു. God's Holy Spirit is here. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യമായി ഇതിന്റെ നടുവിലുണ്ട്. We don't come here for programs. ആമേൻ. ഒരു പ്രോഗ്രാമിന് വേണ്ടിയല്ല നമ്മൾ ഇവിടേക്ക് കടന്നു വന്നത്. If you only know what was happening today, hallelujah, they had many other songs prepared and practiced, hallelujah, to sing. The Holy Spirit took the service in a totally different direction. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി മറ്റൊരു തലത്തിലേക്കല്ലേ നമ്മൾ ഇന്ന് കൊണ്ടുപോയത്. Amen. If God has a plan, we need to yield it to him. ആമേൻ. ദൈവത്തിന് യഥാർത്ഥമായ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ നടുവിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. He is here. ആമേൻ. ആ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. You did not walk into this place accidentally. ആമേൻ. ആകസ്മികമായി അല്ല ഇതിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്നത്. Amen. Amen. Some of your pain, God knows, and he talked to me on Wednesday of this last week and said, son, somebody is going to come over there. My child is going to come. My daughter is going to come. Amen. I am going to use you to speak to them. And these are the words that you need to tell them. ആമേൻ. ദൈവസന്നിധിയിൽ മുട്ടുമേലിരുന്നപ്പോൾ ഈ ആഴ്ചയുടെ ബുധനാഴ്ചയുടെ സമയത്ത് ദൈവം പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ചില വ്യക്തി ജീവിതങ്ങള്, ചില മക്കള്, ചില വേദനയോടെ ഈ വചനത്തിന് ഈ ദൂത നീ വിളിച്ചു പറയണമെന്ന് പറയുന്നു. Amen. Psalm 28 did not come into my heart at this early morning in a hurry. Amen. On the Wednesday, amen, when I asked the Lord, he gave me the words and said, somebody, I'm going to send a Sunday over there and you need to speak this. Yes, ഒരു ഞായറാഴ്ച, ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ 28 സങ്കീർത്തനം എടുത്തുകൊണ്ട് വന്നതല്ല. Hallelujah. ഈ ആഴ്ചയുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിയോഗിച്ചത് കാരണം ഇന്ന് ഇവിടെ കടന്നു വരുന്ന ചിലരുടെ വ്യക്തിഗതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് ദൂത് വിളിച്ചു പറയുകയാണ്. Hallelujah. യേശുവിന്റെ നാമത്തിൽ. Amen. Yes, hallelujah. Glory to God. Sometimes we don't feel the presence of God. പലപ്പോഴും ചില സമയത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. But let me come back to Job 23 verse 10. ആമേൻ. 23 10 കടന്നു വരുമ്പോൾ this is so beautiful and marvelous. ആമേൻ. വളരെ അത്ഭുതകരമായിട്ട് നമുക്കത് തോന്നും. Job is saying, I don't see the presence of God. I look north, south, east, west. I don't know where he is. മുമ്പിടവുമായി നോക്കുമ്പോഴൊന്നും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. But then when 9 says that, verse 10 says, but he knows the way that I take. ആമേൻ. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. And he pays attention to it. ആമേൻ. അവൻ എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. I don't see him. ഞാൻ അവിടുത്തെ സാന്നിധ്യം അറിയുന്നില്ല. But I know he knows me. അവിടുന്ന് എന്നെ യഥാർത്ഥമായി അറിയുന്നു. I don't know where he is. അവിടുന്ന് എവിടെ ആയിരിക്കുന്നു എന്ന് എന്നെ അറിയുന്നില്ല. But I know he cares for me. എന്നെ യഥാർത്ഥമായി സംരക്ഷിക്കുന്നു എന്ന് എനിക്ക് യഥാർത്ഥമായി അറിയുന്നു. Child of God, this morning
morning. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, You probably don't know where your God is. ഓ നിങ്ങളുടെ ദൈവം എവിടെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. But He knows where you are. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എവിടെ ആയിരിക്കുന്ന യഥാർത്ഥമായി അറിയുന്നു. He knew where you were last week. ഓ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് യഥാർത്ഥമായി He knows what condition you came in this morning. ഏത് സാഹചര്യത്തിൽ ഇതിനകത്തേക്ക് കടന്നു വന്നു എന്ന് He അറിയുന്നു. knows the pain of your heart. ഓ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന He വേദന knows ആഴം. your anxiety. I'm speaking to somebody. He knows your anxiety. ചിലരുടെ ആകാംക്ഷകൾ, ചില വേദനകൾ യഥാർത്ഥമായി അറിയുന്നു. You feel like you are boxed into a situation. ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥ. Before you walk out of this place, God is going to touch you. ഓ ഈ വിശുദ്ധാലയത്തിൽ നിന്ന് കടന്നു വന്നതിന് മുമ്പേ തന്നെ ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ്. Because He brought you for a divine touch. ഒരു ദൈവിക സന്ദർശനത്തിന് വേണ്ടി, ദൈവിക തൊടലിന് വേണ്ടി നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതാ. If you're open-minded and crying unto Him, Amen, He will touch you this morning. ഒരു തുറന്ന മനസ്സോടെ ഇതിനകത്തായിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തെ തൊടുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. Job says that He knows my way. ഓ എന്റെ വഴികളെ അവൻ അറിയുന്നു എന്ന്. He knows my path. ഓ എന്റെ വഴികളെ യഥാർത്ഥമായി അവൻ അറിയുന്നു. He pays attention to me. ഓ എന്നിലേക്ക് അവന്റെ ശ്രദ്ധയുണ്ട് എന്ന് യോബ് വിളിച്ചു പറയുന്നു. That's so much comforting. അത്രമാത്രം ആശ്വാസം. അതാണ് അവന്റെ ആശ്വാസത്തിന്റെ കാരണം. Amen. Glory to God. Sometimes it is very difficult for us to understand the way our God deals. ഓ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമായി തോന്നാം. And you all know the story, Matthew 15, the Canaanite woman when she went and said, Lord, heal my daughter. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കനാന്യ സ്ത്രീ തന്റെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്നു. But Jesus did not respond. എന്നാൽ ആ നിലവിളിയുടെ മുമ്പിൽ നിൽക്കാത്ത ഒരു യേശുക്രിസ്തുവിനെ നാം കാണുന്നില്ലേ? Amen. Jesus did not say a word in front of that prayer. ആ നിലവിളി, ആ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു വാക്ക് പോലും പറയാതെ നിൽക്കുന്ന യേശുക്രിസ്തു. That sometimes we feel this morning. അതായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ Amen. Pleading to Jesus. Sometimes I don't even know how much more I need to cry. ആമേൻ. ഒരു യാചനകളുടെ എത്രമാത്രം കരയണമെന്നൊന്നും അറിയാതെ ദൈവസന്നിധി നാം ആയിരിക്കത്തില്ലേ? Sometimes in the middle of the night, nobody else know. You say, Lord, I can't take this pain anymore. ആമേൻ. അർദ്ധരാത്രികളിൽ ചിലത് എഴുന്നേറ്റ് നിന്നിട്ട് ദൈവമേ ഈ വേദന ഇനി എനിക്ക് സഹിക്കാൻ കഴിയത്തില്ലെന്ന് നിലവിളിയോടായിരിക്കുന്ന അവസ്ഥ. Some of you, sometimes even when you drive, you mechanically go, your heart is so much in pain. ആമേൻ. ഒരു പക്ഷേ നിങ്ങളുടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വേദന ഉള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോഴും യാന്ത്രികമായി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ലേ? And you feel like the Canaanite woman, my Jesus is not responding. ആമേൻ. അവിടെയാണ് ആ കനാന്യ സ്ത്രീയോട് റെസ്പോണ്ട് ചെയ്യാത്ത അതേ ഒരു അവസ്ഥയാണ് നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത്. But it is not because he lacking any compassion. ആമേൻ. കരുണയില്ലാത്ത ഒരു യേശുക്രിസ്തുവിനെ അല്ല അവിടെ നമ്മൾ കാണുന്നത്. He is truly kind of putting you over there and waiting for your faith to really explode. ആമേൻ. യഥാർത്ഥമായി അവളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന, അവളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പൊട്ടി പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം നോക്കിയിരിക്കുക. Amen. Child of God, some of you, your faith is going to take it to a next level. ആമേൻ. നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. Amen. The silence of God is going to take you to a next level in your faith. ആമേൻ. ദൈവത്തിന്റെ നിശബ്ദത, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥകളുടെ മേലെ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ നിശബ്ദത നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. Amen. The only one thing is that the Canaanite woman didn't give up. ആമേൻ. അവിടെ കനാന്യ സ്ത്രീ ഉപേക്ഷയോടെ മാറി നിൽക്കുന്നില്ല. She knew she's a Gentile Canaanite woman, yet she knew that I am going to keep on asking. ഒരു ജാതീയ സ്ത്രീയായ കനാന്യ സ്ത്രീയാണെന്നാലും ഞാൻ ഇത് വീണ്ടും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. I am going to ask him. വീണ്ടും ഞാൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കും. I may hear 10 times no, but there will be an 11th time yes. ആമേൻ. 10 പ്രാവശ്യം ഞാൻ നിലവിളിച്ചാൽ 11ാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ നിലവിളിക്കും. Glory to God. From January onwards, some of you are crying. ആമേൻ. ജനുവരിയുടെ മാസം തൊട്ട് ഇതുവരെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളില്ലേ? Holy Spirit is speaking to somebody. ഇവിടെ ആയിരിക്കുന്ന ചിലരുടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. You walked into the new year with a great expectation. വളരെയധികം പ്രതീക്ഷയോടെ 2026 കാൽ വെച്ചപ്പോൾ Amen. You started with a certain prayer. ചില പ്രാർത്ഥനയുടെ ശബ്ദത്തോടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? You have 5 months almost passed and you have not heard an answer. 5 മാസം കടന്നു പോയിട്ട് ഒരു ഉത്തരവും ലഭിക്കാതെ പോകുന്ന പ്രാർത്ഥനകളില്ലേ? I don't know who your Holy Spirit is speaking to you. നിങ്ങളെ എനിക്കറിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്നു. Amen. God is saying
I have been silent for this time, but the time has come that I am going to wake up. ആമേൻ. ഈ നാളുകൾ അത്രയും ഞാൻ നിശബ്ദനായിരുന്നു. Hallelujah. എന്നാൽ ഈ സമയത്തേക്ക് ഞാൻ ഒന്ന് എഴുന്നേൽക്കാൻ പോവുകയെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Keep on asking. ആമേൻ. ചോദിച്ചുകൊണ്ടേയിരിക്കുക. Keep on asking. ഓ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. Keep on praying. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Hallelujah. Don't give up. ആമേൻ. ഉപേക്ഷയായി വിചാരിക്കരുത്. Your master do not lack any compassion. ആമേൻ. ദൈവസന്നിധി കരുണ നിന്നു പോയിട്ടില്ല. Hallelujah. Amen. 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 Glory to God. Ask him this ആമേൻ. morning. ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. Amen. Tell him, Lord, touch me this morning. Yes, ദൈവം അതിനു വേണ്ടി ഒരു ഉത്തരം നൽകാൻ പോവുക. Amen. I have something from you, Lord. ഓ ദൈവത്തിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. Oh, you have a solution for me this morning. ആമേൻ. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അവിടുന്ന് ഉയരത്തിൽ നിന്ന് തരുവാനുണ്ട്. Hallelujah. Keep praying. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിലവിളിച്ചുകൊണ്ടിരിക്കുക. Thank you, Lord. The silence of God is really to take you to next level. ആമേൻ. നിശബ്ദനായിരിക്കുന്ന യഹോവ നിങ്ങളുടെ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. Amen. Psalms 28, David is saying, Lord, don't drag me with the wicked people. ആമേൻ. ദുഷ്ടന്മാരോട് എന്നെ അടുപ്പിക്കരുതേ എന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു. Don't drag me or don't allow me to go with the people who do not respect you. ആമേൻ. ദൈവത്തെ അനുസരിക്കാത്ത ബഹുമാനിക്കാത്തവരോട് എന്നെ കൊണ്ടുപോകരുത് എന്ന് ഭക്തനായ ദാവീദ് പറയുന്നു. God is again, today is full of the message from God. ആമേൻ. ഇത് ദൈവത്തിന്റെ ദൂതദാർത്ഥമായി ഇന്ന് വിളിച്ചു പറയുന്നു. Amen. There are people who do not respect ഓ God. ദൈവത്തെ ബഹുമാനിക്കാത്ത ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. David is saying there are people who do not respect other ഓ people. മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ചില വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Then David is saying, don't let me go along with them. അവരോടൊപ്പം എന്നെ ഒന്ന് പോകുവാൻ അനുവദിക്കരുത് എന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു പറയുന്നു. Hallelujah. There are people in your company. ആമേൻ. ചില ദൈവത്തെ അനുസരിക്കാത്ത There are people in your friendship ഓ circle. നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുള്ളവർ ചിലവര് Amen. They don't respect other ഓ people. മറ്റുള്ളവരെ They ബഹുമാനിക്കാത്ത don't respect God as you think. ഓ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ദൈവത്തെ ബഹുമാനിക്കാത്ത പോലെ ചില സുഹൃത്ത് ബന്ധങ്ങള്. This morning you need to pray, Lord, don't drag me with them. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിലവിളിച്ച് പറ അവരോടൊപ്പം എന്നെ നടത്തരുതേ. You are being dragged into the company. അവൻ ഇതുവരെയും അവരോടൊപ്പം കടന്നു പോകുന്ന ബന്ധങ്ങളാണോ നിങ്ങൾക്കുള്ളത്? Child of God, you don't need to go with them. അവൻ അവരോടൊപ്പം പോകരുതേ പോകരുത്. You are not to be pulled with them. അവൻ അവരോടൊപ്പം നിങ്ങൾ പുള്ളി ചെയ്ത് പോകരുത്. I purchased you. ഓ നിങ്ങളെ വിലയ്ക്ക് I വാങ്ങിയത് washed you with the blood. അവൻ എന്റെ രക്തം തൊട്ട് You വാങ്ങിച്ചു. belong to me. ഓ നീ എനിക്കുള്ളതാ. Amen. You don't need to be dragged with other people who do not regard God or people. ദൈവത്തെ പരിഗണിക്കാത്ത ദൈവത്തെ അറിയാത്തവരെ ആമേൻ. നിങ്ങൾ പോകേണ്ട ഇടമല്ല. ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതല്ലേ. You need to guard yourself for that. ആമേൻ. നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ This മുട്ടുമടക്കുക. is the holy word of God. Amen. yes. Speaking directly to you. Yes, oh, ദൈവവചനം, Oh, hallelujah. ദൈവത്തിന്റെ ദൂത് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു. Praise God. You don't need to worry about all of the injustice of the world. ആമേൻ. ഈ ലോകത്തിന്റെ ലോക സംഭവങ്ങളെ പറ്റി നിങ്ങൾ വ്യാകുലപ്പെടരുത്. Amen. Injustice there, wicked people there, wicked people here. Our prophet Habakkuk had such a worry. ആമേൻ. ഒരു ഹബക്കൂക്ക് പ്രവാചകൻ ഉള്ളിൽ തോന്നിയതുപോലെയാണ് നിങ്ങൾ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു വ്യാകുലപ്പെടും ദുഷ്ടപ്പെടും അതിനെപ്പറ്റി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. What did Habakkuk did? എന്താണ് ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയുന്നത്? He went to the rampart and said, കൊൽത്തളത്തിലേക്ക് he went to the rampart and said, Lord, I don't know, I don't understand, but I know you know and I need a solution. ആമേൻ. ദൈവമേ അങ്ങറിയുന്നു. ആമേൻ. അങ്ങനെ ഒരു സൊല്യൂഷൻ വേണമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ കൊൽത്തളത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചില്ലേ? Hallelujah. Some people always worry, why is such and such a people do all these bad things and there is no problem with them. എന്തുകൊണ്ട് ഈ സമൂഹം ദൈവത്തിനെതിരെ ദൈവത്തെ ബഹുമാനിക്കാൻ ദുഷ്ടതയോടെ പോകുന്നു എന്നാൽ അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടോ? Or you probably might even see in the school or college. നിങ്ങളുടെ സ്കൂളിലും കോളേജിലും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കാണുന്നില്ലേ? I cry and pray. ഓ കരഞ്ഞ് പ്രാർത്ഥിക്കൂ. I fast and pray. ഓ ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. But when it test comes, I cannot do well. എന്നാൽ ടെസ്റ്റ് വരുമ്പോൾ എനിക്ക് അതിനകത്ത് നല്ലോണം ചെയ്യുവാൻ But കഴിയില്ല. my friends are in a booze party. ആമേൻ. മറ്റൊരു പാർട്ടികളിലും ഈ They ലോകത്ത് go from bar to bar. ആമേൻ ബാറുകളിലും അവിടെ ഇവിടെ മെറുക്കുത്തുകൾ Their നടക്കുന്ന lifestyle is so different. അവരുടെ ജീവിതശൈലി എന്റെ ആത്മശൈലിയിൽ നിന്ന് But വ്യത്യസ്തമാണ്. everything comes natural for them. എന്നാൽ അവർക്കെല്ലാം പോസിറ്റീവായി നന്നായി ഭവിക്കുന്നു. Why God this happened? എന്തുകൊണ്ട് ദൈവമേ ഇത് എന്റെ ജീവിതത്തിൽ ഭവിക്കുന്നു? Habakkuk asked the same
same question. ഹബക്കൂക്ക് പ്രവാചകൻ ഇത് തന്നെയല്ലേ ചോദിച്ചത്? But he went to the sanctuary, he went to the rampart and said, Lord, this is my question. ഇതാണ് എന്റെ ചോദ്യം എന്ന് കൊത്തളത്തിൽ നിന്ന് ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ Holy Spirit is saying to somebody here, leave that question to me and you go with your life. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. ആ ചോദ്യം എന്റെ ഉള്ളിലിട്ടോ, എന്നിൽ ഇട്ടോളൂ. Yes, amen. Leave the question to me. ആമേൻ. ആ ചോദ്യം എന്നിലേക്ക് ഇട്ടോളൂ. I am the creator. ഞാനാണ് സൃഷ്ടിതാവ്. Amen. I control the universe. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദാതാവ്. I control even the very next breath the person take. Hallelujah. ഒരു വ്യക്തിയുടെ അടുത്ത ശ്വാസം പോലെ നിയന്ത്രിക്കുന്ന ഒരു ദാതാവ് സൃഷ്ടിതാവ് വിളിച്ചു പറയുന്നത്. And if I allow the person to go that way, ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, amen, I allow that one. ഞാൻ അവരെ അങ്ങനെ ലോക സാഹചര്യത്തിൽ നടന്നു But പോകുന്നു. you child of God, ആമേൻ. നീ ദൈവത്തിന്റെ പൈതലല്ലേ? you walk with me. നീ എന്നോടൊപ്പം നടക്ക. You listen to me. നീ എന്നെ ശ്രദ്ധിക്ക. Amen. I am your God. ഞാൻ നിന്റെ ദൈവമാ. Amen. Glory to God. Amen. Hallelujah. Hallelujah. യേശുവിന്റെ നാമത്തിൽ, Thank you, Jesus. Yes, hallelujah. Glory to God. Thank you, Jesus. Glory to God. Hallelujah. Hallelujah. Let's move on very quickly to verse 6. ആമേൻ. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, Blessed be the Lord because he has heard the voice of my supplication. ആമേൻ. യഹോവ വാഴ്ത്തപ്പെടുവാനാകട്ടെ, അവിടുന്ന് എന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. What happened? He has been crying and pleading and saying, Lord, you are deaf and silent, and only moved to verse 6 is saying, you heard my supplication. ആമേൻ. കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ദൈവമേ അങ്ങ് നിശബ്ദനായിരിക്കുന്നു എന്ന് ഭക്തനായ ദാവീദ് തുടക്കത്തിൽ തുടങ്ങിയപ്പോൾ, ഇവിടെ എന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു പറയുന്നു. David is saying, I cry for help. I thought, God, you are not there. But now he's saying, you are my help. You heard my supplication. ആമേൻ. Verse 8, 7 read, Lord is my strength Oh yes. and my impenetrable shield. ആമേൻ. 7-ാം വാക്യത്തിൽ യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. Brother and sister, I don't have a lot of theology this morning. We've been moving in an unconventional way this morning. ആമേൻ. ഈ പ്രഭാതത്തിൽ എനിക്ക് വചനം എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുവാനല്ല, ദൈവത്തിന്റെ പ്രവൃത്തി പ്ലാൻ അനുസരിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ കടന്നു പോകുന്നത്. I have a simple message for you. ഒരു ചെറിയ ദൂതുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, I attended a prayer meeting yesterday morning. ആമേൻ. ഇന്നലെ പ്രഭാതത്തിൽ ഞാൻ ഒരു പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. I heard a testimony there. അവിടെ ഒരു സാക്ഷി ഞാൻ കേൾക്കുവാനിടയായി. A family. ഒരു കുടുംബത്തിന്റെ സാക്ഷ്യമാ വിളിച്ചു പറഞ്ഞത്. They prayed for a child for a long time. വളരെ നാളുകളായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. And after that they lost 4 babies. അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 4 കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടമായി. One after the other, 4 babies. ആമേൻ. അവിടെ 4 കുഞ്ഞുങ്ങളാണ് അത് നഷ്ടമാകുന്നത്. They came to the faith very recently. ആമേൻ. വളരെ അടുത്ത് തന്നെ അവർ വിശ്വാസത്തിലേക്ക് This started happening after they came to the faith. വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത്. Amen. One after the other. ഒന്നിനു പുറകെ ഒന്നായി Families began to question. ആമേൻ. അവിടെ ആയിരിക്കുന്ന കുടുംബങ്ങൾ അവരുടെ നേരെ ചോദ്യം ഉയരുവാൻ തുടങ്ങി. And they started feeling the pain. ആമേൻ. അവിടെ ഉള്ളിൽ വേദന ജനിക്കുവാൻ തുടങ്ങി. But let me tell you that we went over there to celebrate the birthday of a young boy. ആമേൻ. ഒരു കൊച്ചു കുഞ്ഞിന്റെ ബർത്ത്ഡേ, ഒരു ജന്മദിനം ആഘോഷിക്കാൻ അവിടേക്ക് കടന്നുപോയത്. Hallelujah. That is my God. അതാണ് എന്റെ ദൈവം. That is your God. ആമേൻ. അതാണ് ഞാൻ വിളിച്ചു പറയുന്ന നിങ്ങളുടെ ദൈവം. There may be a period of silence. ആമേൻ. ഒരു നിശബ്ദതയുടെ കാലഘട്ടം ജീവിതത്തിലുണ്ട്. There may be a period of pain in our life. വേദനയുടെ ചില കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നേരിടുവാനുണ്ട്. I will not stand here and simplify that and say that is so easy to take, but I am here to stand and encourage you. There are people like you who has been gone through this way and God has been faithful to them. നിഷ്പ്രയാസമായി നിങ്ങൾക്ക് നേരിടാമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലോ ഇവിടെ കടന്നു പോകുന്ന സാഹചര്യത്തില് ദൈവം നിങ്ങളെ അതിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുമെന്ന് വിളിച്ചു പറയട്ടെ. David is telling you and me this morning. ആമേൻ. എന്നോട് നിങ്ങളോട് ഭക്തനായ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. Oh, there was a time I felt God is not with me. എന്റെ ദൈവം എന്നോടൊപ്പം ഇല്ല എന്നുള്ള ചില സാഹചര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യം ഉണ്ട്. But I know God hear my supplication. എന്റെ യാചനകളുടെ ശബ്ദം ദൈവം കേൾക്കുമെന്ന് ഞാൻ യഥാർത്ഥമായി തിരിച്ചറിയുന്നു. He is saying because of that I rejoice. ആമേൻ. അതുകൊണ്ട് ഞാൻ ഉല്ലസിക്കുന്നു എന്ന് പറയുന്നു. I mean, I did not share with
Pastor, what I am going to be speaking or anything like that. But what did the pastor came this morning through the Holy Spirit of God, anointed and gave us the prophetic word. അഭിഷക്തനായ പാസ്റ്റർ ഇവിടേക്ക് കടന്നു വന്ന ദൈവത്തിന് ഉയരത്തിൽ നിന്ന് കൊടുത്ത എന്ത് പ്രവചന ശബ്ദമെന്ന് നിങ്ങൾ പ്രഭാതത്തിൽ കേട്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? Amen. God can change a situation. ആമേൻ. സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം. Dry situations. ഉണങ്ങിയ അവസ്ഥ. Hopeless situation. ആമേൻ. പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ. You may be wherever you are in a situation you feel like, Lord, I am in a hopeless situation. ആമേൻ. പ്രതീക്ഷകളില്ലാത്ത സാഹചര്യത്തിൽ കൂടി ജീവിത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, hallelujah, wherever you are on that field, Holy Spirit is saying, and you are crying, Lord, how am I going to go this way? I'm in a hopeless situation. What is going to do? Around me is all dead bone, dead. I don't enjoy any spiritual atmosphere. What am I supposed to do? ഇന്ന് പ്രഭാതത്തിൽ ദൈവമേ, എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റമില്ലല്ലോ, എന്റെ അവസ്ഥകൾക്ക് ഒരു ചേഞ്ച് വരുന്നില്ലല്ലോ, എല്ലാം ഉണങ്ങിയ അവസ്ഥ, ഉണങ്ങിയ അസ്ഥികളെ പോലെ എന്റെ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് നയിക്കുന്നു, ഇതിനകത്തൊരു മുക്തിയില്ലല്ലോ എന്നുള്ള ചിന്തയോടെ കടന്നു വന്ന ജീവിതമേ. But God changed the situation. എന്നാൽ ആ സാഹചര്യത്തെ ദൈവം യഥാർത്ഥമായി മാറ്റിമറിക്കും. David is saying, therefore my heart greatly rejoiced. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു എന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു. And he is saying, and with my song I shall thank him and praise him. ഞാൻ പാട്ടോടെ ഞാൻ അവനെ നന്ദി കരറ്റും, അവനെ സ്തുതിക്കുമെന്ന് വിളിച്ചു പറയുന്നു. David started with the pleading and crying and praying. യാചനകളുടെയും പ്രാർത്ഥനകളുടെയും കരച്ചിലിന്റെയും കൊണ്ട് തുടങ്ങിയ ഭക്തനായ ദാവീദ് now he is saying, I have a song. എനിക്കൊരു പാട്ടുണ്ടെന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു പറയുന്നു. I am changing my attitude. എന്റെ മനോഭാവത്തെ ഞാൻ മാറ്റാൻ പോവുകയാ. I'm not going to be sitting and crying here. ഞാൻ ഇവിടെ ഇരുന്ന് കരയുവാനല്ല വന്നത്. I am going to praise and worship him. ഞാൻ അവനെ പാട്ടോടെ സ്തുതിക്കാൻ പോവുകയാ. I am going to rejoice in his presence. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞാൻ സന്തോഷിക്കാൻ പോവുകയാ. Hallelujah. I know that's where God works. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം. I want to tell you again a message. മറ്റൊരു ദൂതൂടെ ഞാൻ വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയട്ടെ. King Jehoshaphat was facing a great enemy. വലിയൊരു ശത്രുവിനെ യഹോശാഫാത്ത് നോക്കിക്കോ മുഖാമുഖം കണ്ടുകൊണ്ടുമ്പോൾ, when he looked at the enemy, they are so big. തന്റെ മുമ്പിലായിരിക്കുന്ന ശത്രുവിന്റെ ബാഹുല്യം കണ്ട് അവൻ they have great weapons. അവരെ വലിയ വലിയ ആയുധങ്ങളുണ്ട്. So he didn't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ he went to the Lord. ദൈവ സന്നിധിയിലേക്ക് ഓടിയെടുക്കുന്നു. said, Lord, what shall I do? ഞാൻ എന്ത് ചെയ്യണം ദൈവമേ? And God said, അങ്ങ് ഇങ്ങനെ കർത്താവ് വിളിച്ചു പറയുന്നു, you don't need to worry, the battle belongs to me. ഈ യുദ്ധം എനിക്കുള്ളത്, അതിനെ ഓർത്ത് ചിന്താകുലപ്പെടേണ്ട. Amen. That is good. Amen. Up to that point we all believe. അവൻ അവിടെ അത്രയും നമ്മളെല്ലാം വിശ്വസിക്കാറുണ്ട്. Battle belongs to the God. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് നിങ്ങൾ പറയും. But Jehoshaphat didn't stop there. എന്നാൽ മറ്റൊരു തലത്തിൽ യഹോശാഫാത്ത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. He called the temple choir. അവിടെ ആയിരിക്കുന്ന കീർത്തനങ്ങൾ ആരാധന സമൂഹത്തെ വിളിച്ചിട്ട് he said, I'm going to do something different. ഇവിടെ ആയിരിക്കുന്ന ചില വ്യത്യസ്തമായ ചിലത് ഞാൻ ചെയ്യാൻ പോവുകയാ. Amen. This time, amen, the choir going in front of the battle. ഇതിനു മുമ്പ് യുദ്ധത്തിന് മുമ്പായി ഈ ആരാധന സമൂഹം മുമ്പോട്ട് പോകാൻ പോവുകയാ. Amen. The choir is going to worship the Lord. ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാൻ ആരാധിപ്പതൊക്കെ ഇവർ പോവുകയാ. Because the weapons of God is different than the manual weapons. ആമേൻ. മാനുഷികമായ ആയുധത്തെക്കാട്ടിലും ഡിഫറന്റ് വ്യത്യാസമാണ് യഹോവയ്ക്കുള്ള ആയുധം എന്ന് നാം തിരിച്ചറിയണം. He put the choir in front of the battle. തന്റെ യുദ്ധസന്നാഹത്തിന് മുമ്പാകെ ആരാധന സമൂഹത്തെ മുമ്പാകെ നിർത്തി. The enemy fled in front of them. ആമേൻ. അവരുടെ മുമ്പിൽ നിന്ന് ശത്രു മുമ്പോട്ട് ഓടിയെന്ന് കാണുന്നു. Child of God, will you determine to worship him? ആമേൻ. ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തീരുമാനിക്കണം. Will you determine to praise him? ദൈവത്തെ ഒന്ന് പ്രഘോഷിപ്പാൻ നിങ്ങൾ ഇറങ്ങണം. Will you say that, Lord, I will worship him? ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ? I am not worried about my situation. എന്റെ സാഹചര്യത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. Amen. What to happen in the book of Acts chapter 16? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ Paul and Silas is completely beaten up. പൗലോസ് ശിലാസ് വാടികൊണ്ട് അതിനകത്തായിരിക്കുന്നു. Amen. There's so much of pain. അത്രമാത്രം വേദനയിൽ കൂടി അവിടെ ആയിരിക്കുന്നു. Amen. They don't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ they are imprisoned. അവിടെ ആമത്തിൽ കയ്യാമം they got chains. കയ്യിൽ ആമം ഇട്ടിരിക്കുന്നു. But Paul said one thing. ആമേൻ. ഒരു കാര്യം ഇങ്ങനെ പോൾ വിളിച്ചു പറയുന്നു, Silas, I feel like an old song coming into my heart. ശിലാസേ, എന്റെ ഉള്ളിൽ
ഒരു പഴയ കീർത്തനം ഉയർന്നു വരുന്നു. Amen. Let us sing together. നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. Amen. Don't worry about the pain. ഓ വേദനയെ നമ്മൾ നിരാകരിക്കാം. Amen. Just rejoice. ഓ ഇന്ന് നമുക്ക് ഉല്ലസിക്കാം. Amen. Then when they began to sing the ഓ song, ദൈവത്തിൽ പാട്ടോടെ പാടുവാൻ തുടങ്ങി. when they began to worship the Lord, ദൈവത്തെ അതിനകത്ത് നിന്ന് ആരാധിക്കുവാൻ തുടങ്ങി. oh, Yes. there is a quake. Hallelujah. ആമേൻ. അവിടെ ഒരു ഭൂകമ്പം ഭവിച്ചു. Amen. The foundations began to shatter. അതിന്റെ അടിത്തറ ഇളകുവാൻ തുടങ്ങി. Amen. Glory to God. Yes, yes, ആമേൻ. Hallelujah. ദൈവത്തിൽ Oh, the Yes. foundations. ആമേൻ. ഭൂമിയുടെ അടിത്തറ ഇളകുവാൻ തുടങ്ങി. Amen. The very thing that they put an enclosement over them. അവരെ എവിടെ ഏത് റൂമിൽ ഇട്ടു അതിന്റെ അടിത്തറ ഇളകുവാൻ തുടങ്ങി. Amen. An angel of God came. ഓ ദൈവത്തിന്റെ ദൂതൻ അതിനകത്തേക്ക് ഇറങ്ങി വന്നു. Amen. The chains were broken. അവൻ അവളെ കൈയിട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടി. But this morning, യെസ് ഇന്ന് പ്രഭാതത്തില് Amen. Don't wait for a man of God to come and put a hand on you. ആമേൻ. ദൈവത്തിന്റെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വന്ന് കൈവയ്ക്കുവാന്നൊക്കെ നിങ്ങൾ നോക്കിയിരിക്കരുത്. Only thing Paul and Silas did is that they worshiped the ഓ Lord. പൗലോസ് ശിലാശും ചെയ്തതുപോലെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. They opened their mouth. നിങ്ങളുടെ അവരുടെ വാക്കുകൾ അവരുടെ The moment they began to worship, അവിടെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ one by one chains began to loose them. ആരാധനയുടെ തുടക്കം തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിലുള്ള അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. ചങ്ങലകൾ പൊട്ടി. Amen. What that which really put them in the place began to be removed. അവരായിരിക്കുന്ന പ്രസ്ഥത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് ഫ്രീ ആക്കുവാൻ തുടങ്ങി. Amen. They began to worship the ഓ Lord. ദൈവത്തെ ആരാധിക്കുവാനും തുടങ്ങി. Not only that, the enemy came to them and said, "Sirs, what shall we do?" ഓ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ് അവിടെ മുമ്പിലേക്ക് ഒരുവൻ ഓടി വന്നു. This is the situation. ഇതാണ് ഈ സാഹചര്യമല്ലേ കടന്നു Amen. പോകുന്നത്. Situation God is going to change. ആമേൻ. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പോവുകയാണ്. Amen. Situation of imprisonment God is going to change. ചങ്ങലയിൽ അകപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ പോവുകയാണ്. The enemy that you face, Amen, you don't see an answer until this moment you walked into this place. You did not see an answer, but God is saying that Amen. I am the one. Oh, the battle belongs to me. Amen. When I fight, Amen, you will be delivered. Amen. But you need to rejoice in the presence of God. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ശത്രുവിന്റെ വലിയ തുക കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാനാകുന്നു ഈ ദൈവം, ഈ യുദ്ധം എനിക്കുള്ളതാണ്, ഞാനാണ് നിന്റെ അവസ്ഥയിൽ നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു വ്യക്തമായി വിളിച്ചു പറയുന്നു. Amen. കാണാത്ത ഒരു ദൈവത്തെ ഓർത്ത് വിലപിച്ച് ദുഃഖിച്ച് ആമേൻ ഇരുന്ന ദാവീദ് ഹല്ലേലൂയ അവന്റെ മനസ്സ് മാറ്റി ആമേൻ ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കാണാത്ത കാര്യങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ ദൈവമാണ്.